രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് എന്താ പരിപാടി എന്നാണ് ആലോചിക്കുന്നത്. അത് തന്നെ. Welcome to Day in My Life of an Active Girl who turns out very മടിച്ചി. സ്വന്തം വീട്ടിലെത്തുമ്പോഴേക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കാണ്ടാവും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇതൊരു മടിച്ചിയായ എൻ്റെ ഒരു ദിവസമാണ്. മടിച്ചിയാണെന്ന് കരുതി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നില്ല. ഐ എം ഗോയിങ് ടു വർക്ക് ഔട്ട്. എൻ്റെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഇസ് ടു വർക്ക് ഔട്ട്. എൻ്റെ ക്വയറ്റ് പ്ലേസിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഭയങ്കര വർക്കൗട്ടൊന്നുമല്ല കേട്ടോ, ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒരു ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായാൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംഭവബഹുലമായ ഇതൊക്കെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഒരു ലേസി ഗേളുടെ ലേസി ഡേ, വെരി നോർമൽ ഡേ, അതാണിത്. അപ്പം നമുക്ക് വർക്കൗട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. എവിടെ നിന്നില്ലാത്തൊരു എനർജി കിട്ടും. ആ എനർജിക്ക് വേണ്ടിയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോയപ്പം നല്ല ദോശൻ്റെ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷായിട്ട് ഒരു വലിയ ദോശ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ബട്ട് അത് പ്ലേറ്റിൽ ഇട്ടപ്പം അത്ര എസ്തറ്റിക് ഒന്നും ആയില്ല. പിന്നെ പൊടിച്ചങ്ങോട്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കിടക്കാം. ഒന്ന് ഇരുന്ന് കിടന്ന് കളിച്ചിട്ട് ബാക്കി പണി നോക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പം കോളേജും സ്കൂളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ റൂമും ബെഡ്ഷീറ്റ്സ്, റൂമിൽ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി വെക്കും. അത് ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി വരും. നമ്മളെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആവും. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി, ലൈഫ് നമുക്ക് എന്തോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്ന, ഒരു ഡേ ഭയങ്കര ഡള്ളാക്കുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പം ഇപ്പം ഞാൻ എൻ്റെ റൂമും എൻ്റെ പാരൻസ് കിടന്ന റൂമും ഡൈനിങ് ഹാളും ഒരു 10-15 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്തു വെക്കും. അത് കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റിയലൈസ് ചെയ്തത് നട്ടുച്ച സമയത്താണ് ഞാൻ എണീറ്റിരുന്നത് എന്ന്. ഓൾമോസ്റ്റ് 12 മണിയാക്കി ഞാൻ ഈ ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ. ഇപ്പം ചെയ്യുന്ന ഈ കാര്യമൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന. എനിക്ക് ഞാൻ ഇരിക്കുന്ന ഒരു സ്പേസ് ക്ലീനായിട്ട് ഇട്ടാവണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം ഒതുക്കി അങ്ങനെ വെക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത വേറെ പണിയൊന്നും അങ്ങനെ എടുക്കാറില്ല. ബട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ക്യാമറ ഓൺ ആക്കിയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. എന്നും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിയും. സമയം 12 ആകുന്നു. ഇനി നമുക്ക് കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വല്ലതും പോയി ഞാൻ ലഞ്ച് വി ഹാവ് ഓഫ് കോഴ്സ് ചോറ്, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, പരിപ്പ് കറി ആൻഡ് ചിക്കൻ കറി. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ സംതിങ് സ്വീറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്തെങ്കിലും മതി, ഒരു ഡേറ്റോ ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും. ഇത് പെടുള്ളത്. ഇനിയൊരു സുഖനിദ്ര നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു ഫ്രഷായി നമുക്ക് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. സാധാരണ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കൂടുതലും ഇപ്പോൾ ലൈക്കൂടെ തന്നെ അങ്ങോട്ടും നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുറ്റത്തിൽ ഇങ്ങനെ ഇപ്പം മഴയൊക്കെ പെയ്തതാണെങ്കിൽ അതിൻ്റെ ഒരു നനവോ, ക്ലൈമറ്റ് ശരിയില്ലെങ്കിൽ ഇറങ്ങി നടക്കാനൊരു ഇതുണ്ടാവില്ല. ഇന്നാണെങ്കിൽ നല്ല ഉച്ചക്ക് നല്ല വെയിലായിരുന്നു. സോ നല്ല മുറ്റമൊക്കെ നല്ല ഉണങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് മുറ്റത്തിറങ്ങി നടക്കാൻ വിചാരിച്ചു. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫ്രൂട്ട്സ് മീൻസ് ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ എൻ്റെ ഉപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു റംബുട്ടാൻ്റെ മരമാണ്, അതൊരു മാവ്, ഇതൊരു മാവ്. അവിടെ കണ്ടോ മതിലിനോട് ചേർന്നിട്ട് അത് മൾബറീൻ്റെതാണ്. പിന്നെ പണ്ട് അവിടെ ഒരു ചാമ്പക്കൻ്റെ മരം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. പിന്നെ ഇതൊരു മാവ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാവുകളാട്ടോ. പിന്നെ ആ ഒഴിഞ്ഞു കിടക്കുന്ന ആ സ്ഥലത്ത് കുറച്ച് സപ്പോർട്ടൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അത് വെട്ടിക്കളഞ്ഞു എന്തൊക്കെ റീസൺ കൊണ്ട്. പിന്നെ ഇത് കണ്ടു, ഇതും ഒരു വലിയൊരു മാവാണ്. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ സപ്പോർട്ട അവിടെ
ഇവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇത് റംബുട്ടാനാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ റംബുട്ടാൻ ഒരു ടൈപ്പാണ്. ഈ റംബുട്ടാൻ വേറൊരു ടൈപ്പാണ്. അതും ഒരു റംബുട്ടാൻ്റെ മരമാണ്. അതിങ്ങനെ കുറച്ച് ഹൈറ്റിലുള്ള അതൊരു കൈൻഡ് ഓഫ് റംബുട്ടാനാണ്. പിന്നെ എന്താ അവിടെ കാണുന്ന ഈ മരം, ഇതിൻ്റെ പേരെന്തായിരുന്നു? പെർസിമൺ, അബിയു എന്നൊക്കെ പറയും. അതിന് മുകളിൽ കായുണ്ട്. നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റുമോ? അത് കണ്ടോ, പച്ചക്കൈ, അതിങ്ങനെ യെല്ലോ കളറാണ്. അത് ആണത്. പിന്നെ ഇവിടെ വേറൊരു റംബൂട്ടാൻ്റെ മരമാണ്. ഈ മാവിൻ്റെ ബേക്കിലുള്ള വലിയൊരു മരം കണ്ടോ, അത് എന്താണ് എൻ്റെ പേര്? ആത്തച്ചക്കൻ്റെ മരമാണ്. പിന്നെ ഈ ഒരു മരം, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവില്ല, അതാ പ്രശ്നം. ഈ ഒരു മരം അവക്കാഡോ ആണ്. ഇത് നമ്മുടെ പ്ലാവ്. പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു പൂച്ച? അവിടെ ഇങ്ങനെ വന്നാൽ ഇവിടെ ആ കാണുന്ന മരം മാംഗോസ്റ്റീൻ്റെ മരമാണ്. പിന്നെ വലിയൊരു സപ്പോർട്ടിൻ്റെ മരമുണ്ട് കണ്ടോ. ഇതുപോലെ സപ്പോർട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും പറിച്ചു കൊണ്ടുവരും, നമ്മളും ഉണ്ടാക്കും, പറിക്കുകയൊക്കെ ചെയ്യും. നല്ല വലിയതാവും. ഇത് വലിയൊരു മരം. ഈ സപ്പോർട്ടിൻ്റെ ഇപ്പുറത്തുള്ള അത് മാംഗോസ്റ്റീൻ്റെ മരം തന്നെ കേട്ടോ. 2 മാംഗോസ്റ്റീൻ്റെ മരമുണ്ട്. 3 മാംഗോസ്റ്റീൻ്റെ മരം കേട്ടോ. ഒന്ന് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ. സപ്പോട്ട, മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, മാങ്ങ, പിന്നെ പെർസിമൺ, ഇങ്ങനത്തെ മൾബറി, ഇങ്ങനത്തെ മാങ്ങ തന്നെ എല്ലാ മരവും ഡിഫറെൻ്റാണ്. ഓരോ മാവിലുള്ള മാങ്ങയും ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. റംബൂട്ടാനും ഡിഫറെൻ്റാണ്. ഇതൊക്കെ കുഴിച്ചിട്ടിട്ട് നോക്കുന്നതൊക്കെ എൻ്റെ ഉപ്പ തന്നെയാണ്. നമുക്കിങ്ങനെ നല്ലപോലെ കായ് ഉണ്ടാവുക, എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഒരുപാട് ഉണ്ടാവാറുണ്ട്. ആകെ ഇതിൻ്റെ കൂടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുറ്റം നമുക്ക് അങ്ങനെ ക്ലീനായിട്ട് നിൽക്കില്ല. ഇലകളൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ട് നിൽക്കും. ആ ഒരു പ്രശ്നം ഇതിലുണ്ട്. അപ്പം അതിൻ്റെ ഉമ്മ ക്ലീൻ ചെയ്യും. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്നവർ വരുമ്പോൾ അടിച്ചു വാരിയൊക്കെ പോവും. എന്നാലും ഒരു പണിയുള്ള പണിയാണത്. മുറ്റം ക്ലീനായിട്ട് ഇങ്ങനെ എപ്പോഴും ഇത് കുഴിഞ്ഞോട്. സമ്മറൊക്കെ ആയാൽ പിന്നെ ഫുൾ ഇലകളായിരിക്കും. നമ്മൾ അടിച്ചു വരുന്ന വെറുതെ ആണെന്ന് തോന്നുന്നു, കാരണം എപ്പോഴും ഇല ഉണ്ടാവും. ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടക്കാം. ഈ ഒരു ക്ലൈമറ്റ് എനിക്കിഷ്ടമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ നടക്കലുണ്ട്. അല്ലെങ്കിൽ കൊലായിൽ കൂടി ഇങ്ങനെ നടക്കും. നമ്മളിങ്ങനെ ഇരുന്നാൽ എന്താ പറയുക, പിത്തം പിടിച്ചു പോവില്ലേ, അതായി പോകരുതല്ലോ. സോ നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എന്നുമില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ. അങ്ങനെ ഞാൻ നടന്ന് വന്നപ്പോൾ എനിക്ക് വിഷമം. അപ്പം ഞാൻ എന്താ കഴിക്കുന്നുണ്ടോ, ഒന്നുമില്ല, ലെറ്റ്യൂസ് ആൻഡ് പോമഗ്രാനൈറ്റ് കോമ്പിനേഷൻ. എന്ത് കോമ്പിനേഷൻ അതൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു കോമ്പിനേഷനും അല്ല. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ രുചിക്കണം. ഭയങ്കര ടേസ്റ്റ് ഒന്നും നോക്കണ്ട, കൈ കിട്ടുന്നൊക്കെ കഴിക്കാം. ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് മാറിയിട്ടുണ്ട്. നേരത്തെ ഞാൻ നടന്നപ്പോൾ കുറച്ച് ഒരു വെയിലുള്ള പോലെ അങ്ങനെ ഇതല്ലേ. അപ്പം ഇങ്ങനെ മഴ പെയ്യാനൊക്കെ മൂടി നിൽക്കുന്നുണ്ട്. നന്നായി നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഈ ഒരു ഇതാകുമ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല പുറത്തോട്ട് ഇറങ്ങുന്നത്, എസ്പെഷ്യലി നടക്കാനും. പുറത്തു പോകാനല്ല, നടക്കാനും. പിന്നെ മഴയും കൂടി പെയ്താൽ കഴിഞ്ഞ് എൻ്റെ മൂഡ് പോയി. മഴ പെയ്യുന്നത് ഇഷ്ടമാണ്, പക്ഷെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഇഷ്ടമല്ല. അത് ചളിപിടി അത്ര ഇഷ്ടമല്ല. അപ്പം നമുക്കിത് കഴിക്കാം. അപ്പം ഫുഡൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പുറത്ത് പോകാൻ സമയമായി. ഞാൻ പോയി ഒരു ക്വിക്ക് ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, എവിടെ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ മക്കളെ സ്കൂളിൽ
പരിപാടി ഉണ്ടായിരുന്നു, പ്രോഗ്രാം. അപ്പോൾ അത് കാണാൻ വരുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ ഉമ്മയൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയൊക്കെ കൂട്ടി നമ്മളങ്ങനെ അവിടെ പോയതാണ്. പോകുന്ന തിരക്കിൽ പെട്ടെന്ന് പോയതുകൊണ്ട് ഒരുങ്ങാനും അത് കഴിഞ്ഞിട്ട് ക്ലിപ്പ് എടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടില്ല. ഇത് കുറച്ച് അവിടുത്തെ പ്രോഗ്രാമിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. നല്ല രസമായിരുന്നു. എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ. ഇത്ര വൈബ്രൻ്റ് ഒന്നും ആയിരുന്നില്ലെങ്കിലും നല്ല രസമായിരുന്നു പ്രോഗ്രാം കാണാൻ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ പോന്നു. അപ്പോൾ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ടയേർഡായിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 11 ആയിട്ടുണ്ട് ടൈം. അപ്പം ഐ തിങ്ക് യു ഗൈസ് എൻജോയ്ഡ് മൈ വ്ളോഗ്. കുറച്ച് ഹാപ്പനിങ്ങിൽ കുറച്ച് പ്രൊഡക്റ്റീവായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു വ്ളോഗല്ല തോന്നിയത്. എനിവേയ്സ്, if you enjoyed my vlog, do subscribe, comment, like, share. See you in my next vlog. Bye.